എൻ്റെ കയ്യിലിരിക്കുന്നതേ വീട്ടിലെ ചപ്പാത്തി കോല. ഇതുകൊണ്ട് ചപ്പാത്തി വരുത്താൻ മാത്രമല്ല, ചില ആൾക്കാരുടെ ASSANAM അടിച്ച് പൊട്ടിക്കാനും പറ്റും ഈ സാധനം കൊണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെ കളി നിയന്ത്രിച്ച റെഫറിനെ കുറിച്ചിട്ടാണ്. ഇമ്മാറി സൈക്കോ റെഫറിനെ ഞാൻ ഇതുവരെ പ്രീമിയർ ലീഗിൽ കണ്ടിട്ടില്ല. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഇത് ഫസ്റ്റ് ടൈം അല്ലാതെ സംഭവിക്കുന്നത്. നമ്മൾ ബേൺലിക്കെതിരെ കളിച്ച കളിയിൽ മാർട്ടിനസിൻ്റെ ഗോൾ ഡിസലവ് ചെയ്തൊരു റെഫറിയാണിത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ PGM വന്നിട്ട് പറഞ്ഞു മാപ്പാക്കണം, ഒരബദ്ധം പറ്റിപ്പോയതാണെന്നുള്ളത്. ഇവന്മാരെയൊക്കെ ഇതുകൊണ്ട് അടിച്ച് പൊട്ടിക്കാതെ, അതായത് ഞാൻ പറഞ്ഞ സ്പോട്ട് അടിച്ച് പൊട്ടിക്കാതെ എങ്ങനെയാണ് മച്ചാന്മാരെ ഞാൻ ഈ റിയാക്ഷൻ ചെയ്യുന്നത്? അത്രയും ഫ്രസ്ട്രേഷനാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ മാച്ച് കഴിഞ്ഞ് ഉടനെ ചെയ്യുന്ന റിയാക്ഷനാണ്. ഞാൻ അധികം ടൈം നിർത്തില്ല, കാരണം എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൽ ആരൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സിനെ കുറ്റം പറയുന്നുണ്ട് അവരൊക്കെ ഈ വീഡിയോ നിന്ന് ഇറങ്ങിപ്പോക്കോ. കാരണം നമ്മൾ ഈ കളി ഡിസേർവിംഗ് ആയിരുന്നു 3 പോയിൻറ്റ്സിന്. ഒരു കള്ള ബടുവയുടെ പേരിലാണ് നമ്മൾ ഈ കളി സമനില ചെയ്തത്. 1-0 ലീഡ് നിൽക്കുന്നൊരു കളി 2-0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഗെയിമിൻ്റെ ഗതി തന്നെ മാറും. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഓനെ കള്ളബടുവ എന്നല്ല വിളിക്കേണ്ടത്, ഓനെ വിളിക്കേണ്ടത് സൈക്കോസിസ് തലയ്ക്ക് പിടിച്ച് പ്രാന്തായ റെഫറി എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ഒരാളല്ല, പക്ഷേ തെമ്മാടത്തിനെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയേണ്ടത് എന്താണെന്ന് അറിയാൻ പാടില്ല, അതിൻ്റെ ചോരയിലുള്ളതാണ്. അത് ഞാൻ വിളിച്ച് പറയും ചെയ്തു, അത് ആരായാലും എവിടെയായാലും ഏത് മൊമെൻറ്റിലായാലും. ഇനി കളിയിലോട്ട് വരാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സെക്കൻഡ് ഹാഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാരിക്കിൻ്റെ ഡിസിഷൻസ് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ പ്ലെയേഴ്സ് ആരൊക്കെയാണ് നന്നായി കളിച്ചത്, കുറേ മഹാൻ മക്കളെ നമ്മളിവിടുന്ന് പറഞ്ഞയക്കണത് അവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹീറ്റഡ് മാച്ച് റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, പറ്റുകയാണെങ്കിൽ കാണുക, പറ്റുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിന് കൂടുതൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കാം, ഞാൻ ഇങ്ങനെയല്ല പൊതുവെ വീഡിയോ ചെയ്യാറ്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് ഈ മാച്ച് ഇങ്ങനെ ആയതുകൊണ്ടാണ്. 2-2 സമനില. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഒരു കയോട്ടിക് മാച്ച് തന്നെയായിരുന്നു. ഒരു 2-2 സമനില ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്. അപ്പോൾ കുറേ പേര് എന്നെ പ്രഡിക്ഷൻ കിങ് എന്ന് പറയും, പക്ഷേ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. കാരണം ഐ വോണ്ടഡ് യുണൈറ്റഡ് ടു വിൻ ദിസ് മാച്ച്. പിന്നെ യുണൈറ്റഡ് ഷുഡ് ഹാവ് വൺ ദിസ് മാച്ച്. നമ്മൾ ഈ മാച്ച് മിനിമം ഒരു 3-1 ജയിക്കേണ്ട കളിയാണ്. സത്യം പറഞ്ഞാൽ ഞാനല്ലേ ഈ ക്ലാസ് വെക്കേണ്ടത്, ആ റെഫറിന് ക്ലാസ് വെക്കേണ്ടത്. പിന്നെ റെഫറുടെ വീട്ടുകാരോട് ഓനെങ്ങാനും രാത്രി ചോറോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രോക്കോളിയോ അവക്കാടോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് തല്ലും. ഓനിന്ന് കൊടുക്കേണ്ടത് ഹൽവയും മത്തിക്കറിയാണ്. ഓന് ഹൽവയും മത്തിക്കറിയും കൊടുത്ത് വിമ്മ് കലക്കിയ വെള്ളം കൊടുത്ത് ബാത്റൂമിൽ കയറ്റിട്ട് 2 ദിവസം പൂട്ടിയിടണം ആ ചങ്ങാനെ. അമ്മാര് വൃത്തിയായിട്ട പരിപാടിയാണ് ഓനിന്ന് മാച്ചിൽ കാണിച്ചത്. എൻ്റെ ലൈഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നൊരു കളിയിൽ ഇത്രയും വൃത്തികെട്ട ഡെസിഷൻസ് എടുത്ത ഒരു റെഫറി ഞാൻ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഫസ്റ്റ് ടൈം അല്ല, ഇത് തുടരെ ഈ റെഫറി നമ്മൾക്കെതിരെ എപ്പോഴും ഇങ്ങനെ കളിക്കുന്ന റെഫറിയാണ്. എന്ത് തേങ്ങയ്ക്കാണ് പിന്നെയും PGM നമ്മുടെ ഗെയിമിൽ ഈ റെഫറിനെ ആഡ് ചെയ്യുന്നത്? ഇനി ഇവിടെ റൈവൽ ഫാൻസ് പറയും ഇത് ഫസ്റ്റ് ടൈം അല്ലേ, സെക്കൻഡ് ടൈം അല്ലേ, തേർഡ് ടൈം അല്ലേ. ഒരു തേങ്ങക്കോലല്ല. ഈ സീസണിൽ തന്നെ പല വട്ടം നമുക്കെതിരെ ഇങ്ങനത്തെ ഡെസിഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ കളിക്കുന്ന സണ്ടർലാൻഡിനെതിരെ എവർട്ടനെതിരെ ഒരു കളിയിൽ ഇതേപോലെ അമ്മാദിനെ ഫൗൾ ചെയ്തിട്ട് പെനാൽറ്റി ബോക്സിനുള്ളിൽ പെനാൽറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം വന്നിട്ട് പറയേണ്ട ആൾക്കാരില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കളി ഈ കളി നമ്മുടെ ഫൈനൽ ഗെയിമാണ് വിചാരിക്കുക. നമുക്ക് 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിട്, ആഴ്സണലോ ലിവർപൂളോ ചെൽസിയോ ടോട്ടൻഹാമോ ബോർൺമൗത്ത് ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കളിയിൽ 3 പോയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കയറാൻ പറ്റും. ഈ ഒരു കളിയിൽ റെഫറി വന്നിട്ട് നിങ്ങളുടെ കുളമാക്കിയിട്ട് നിങ്ങൾക്ക് 1 പോയിൻറ്റ് സമനിലയായിട്ട് നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കയറാൻ പറ്റില്ല, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അതിൻ്റെ 10 റിയാക്ഷനാണ് എനിക്കിപ്പോൾ ഉള്ളത്. ചില കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺപാർലമെൻ്ററി ആയി പോകും. പിന്നെ നമുക്കറിയാം ഇതൊരു ഫാമിലി ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്കാണ് എൻ്റെ മെസ്സേജ് ചെയ്തത്, ഞാൻ റിപ്ലൈ അപ്പം തരാം. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കളി അറ്റ്ലീസ്റ്റ് നമുക്ക് 1 പോയിൻറ്റ് കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ 3 പോയിൻറ്റ്സ് കിട്ടേണ്ടതാണ്, പക്ഷേ 1 പോയിൻറ്റ് കിട്ടിയത് ജസ്റ്റിസാണ്. കാരണം നമ്മൾ ഇന്ന് കണ്ടതൊരു കള്ളക്കളിയാണ്. ഉള്ള കാര്യം പറയല്ലോ, കള്ളക്കളി തന്നെയാണ്. കുനിയ, ബ്രൂണോ ആൻഡ് ലാമൻസ്, ഈ 3 പേരുമാണ് എൻ്റെ ഫസ്റ്റ് ഹാഫിലെ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഗെയിമിലെ മാൻ ഓഫ് ദ മാച്ച് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ. എസ്പെഷ്യലി ലാമൻസ്. ഫസ്റ്റ് ഹാഫിലെ ലാമൻസിലെ കുറച്ച് സേവ്സ് ഉണ്ടായിരുന്നു, അത് കിടിലമായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം എങ്ങനെ ഒരു ഗോൾ കീപ്പർ നമ്മളെ സേവ് ചെയ്യണമെന്ന് കാണിച്ചു തന്നതാണ് ലാമൻസിൻ്റെ പെർഫോമൻസ്. അതിന് കൂടുതൽ എടുത്തു പറയുന്ന പേരാണ് കുനിയ, മത്തേയസ് കുനിയ. ഹീ ഈസ് എ പവർ ഹൗസ്. അതിന് ഇന്ന് നമ്മൾ സാക്ഷികളായിരിക്കുകയാണ്. ഇന്നത്തെ മത്തേയസ് കുനിയുടെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മത്തേയസ് കുനിയെ കൊണ്ടുവന്നത്. ഹീ ഈസ് എ ബോളർ, ഹീ ഈസ് എ മാവറിക്, ഹീ ഈസ് എ ബ്രസീലിയൻ പ്ലെയർ ഉള്ള കാര്യം ഞാൻ പറയാലോ. അതിന് കൂടെ ബ്രൂണോ ഫെർണാണ്ടസ്,
അത് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ കളി കഴിഞ്ഞാലും നമുക്കറിയാം ബ്രൂണോ ഫെർണാണ്ടസ് ഇസ് ബ്രൂണോ ഫെർണാണ്ടസ്. അതിനെ പകച്ചു വെക്കാൻ വേറൊരു മനുഷ്യൻ ഈ പ്രീമിയർ ലീഗിൽ ഇല്ല. അത് നമ്മൾ ഇന്നും വീണ്ടും വീണ്ടും കണ്ടു. പിന്നെ എനിക്ക് പറയാനുള്ളത് ദുരന്തം കുറച്ച് പ്ലേയേഴ്സിനെയാണ്. അതിൽ നമ്മുടെ ഫുൾ ബാക്സ്. അടുത്ത സീസണോട് നമ്മൾ ലൂക്ക് ഷോനെയും ഡാലോനെയും വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നതെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം മക്കളെ, UCL നമ്മൾ പച്ച വെള്ളം കിട്ടാതെ തിരിച്ചു വരേണ്ടി വരും. കാരണം അമ്മാരി വൃത്തിയായിട്ട് ഫുൾ ബാക്ക് ഓപ്ഷൻസ് നമുക്കുള്ളത്, എസ്പെഷ്യലി ലൂക്ക് ഷോ. ഇംഗ്ലണ്ടിൻ്റെ കോളപ്പിൽ ലൂക്ക് ഷോനെ പേരില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു. ആ പേടിപ്പിക്കുന്നതിനെ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് ലൂക്ക് ഷോ എന്ന് കളിച്ചത്. പിന്നെ ഡയലോ പറയാനില്ലല്ലോ, കാരണം തളച്ച വെളിച്ചെണ്ണയിൽ കടുകിട്ട പോലെയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയണം. കുറേ പൊട്ടിത്തെറിക്കും, കുറച്ച് കഴിഞ്ഞാൽ കുതിർന്ന് കിടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഡയലോൻ്റെ. ഈ ഡയലോഗ് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫുൾ ബാക്ക് ആയത് എന്നുള്ളത് എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു സത്യമാണ്. ഉള്ള കാര്യം പറയട്ടെ. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് അടുത്ത സീസണിൽ കാണാൻ ആഗ്രഹമുള്ള റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും ആരാണ്? കാരണം യുണൈറ്റഡിന് വി നീഡ് എ ന്യൂ റൈറ്റ് ബാക്ക് ആൻഡ് ലെഫ്റ്റ് ബാക്ക്. ഉള്ള കാര്യം പറയാം, ഓപ്പണായിട്ട് പറയാം. അത് ആരാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആരാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് കസമിറോനെ കുറിച്ചിട്ടാണ്. ബ്രോ, ഐ റിയലി ലവ് കസമിറോ, ഐ റെസ്പെക്ട് കസമിറോ. പക്ഷേ കസമിറോ ഹാഡ് എ ദുരന്തം ഗെയിം. മിഡ്ഫീൽഡിൽ ഒരു കൺട്രോളും ഇല്ലാത്തൊരു ഗെയിമായിരുന്നു കസമിറോൻ്റെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, അടുത്ത കളിയിലോട്ട് പോകുമ്പോൾ എംബൂമോ ആണോ അമാദാണോ ബെഞ്ചിൽ പോകേണ്ടതെന്നുള്ളത് കൺഫ്യൂഷനാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഇവിടെ ഓപ്പണായിട്ട് പറയാം, എംബൂമോ ഹാസ് ടു ബി ബെഞ്ച്ഡ്. കാരണം 1-2 കളി എംബൂമിനെ ബെഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് എംബൂമിൻ്റെ കയ്യിൽ നിന്നൊരു ഔട്ട്പുട്ട് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എല്ലാ കളിയും എംബൂമിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എംബൂമിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഇൻ മൈ ഒപ്പീനിയൻ എംബൂമ ഹാസ് ടു ഗോ ടു ദ ബെഞ്ച്, അമാദ് ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് സെസ്കോ ഇൻ ദ സ്ട്രൈക്കർ. അല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു എന്താ പറയുക, കാരിക്കിൻ്റെ ഒരു ഫ്ലൂയിഡ് സിസ്റ്റം ഒന്നും ഇങ്ങനത്തെ ടീമിനെതിരെ വർക്കാവുന്നില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങളുടെ ഒരു സംഭവമാണ് ലാമൻസിൻ്റെ ലോങ് ബോൾ. ആർക്കാണ് ഈ ലോങ് ബോൾ? ശരിയാണ്, ടാക്ടിക് കറക്റ്റ് ആയിരുന്നു. ഞാൻ ടാക്ടിക്കൽ ബോർഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ടാക്ടിക് കറക്റ്റ് ആയിരുന്നു. ബോൺമൗത്തിൻ്റെ പ്രശ്നം ബീറ്റ് ചെയ്യാൻ നമ്മൾ ലോങ് ഇടണം. പക്ഷേ ആർക്കാണ് ഈ ലോങ് ബോൾ? എംബൂമോയ്ക്കോ അതോ കുനിയയ്ക്കോ ബ്രൂണോയ്ക്കോ? ആർക്കാണ് ഈ ലോങ് ബോൾ? ഞാൻ സത്യം പറഞ്ഞ ടാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് അത് അഡ്വാൻറ്റേജ് ആക്കി വരുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ സെസ്കോനെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആണ് ലോങ് ബോളിൽ. സോ ടാക്ടിക്കലി കാരിക് വേഴ്സ് നെഗറ്റീവ്, കാരിക്കിൻ്റെ അടുത്ത് ഫോൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഹി ഹാസ് ടു ലേൺ. അതിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സീസണിലോട്ട് കാരിക്കിനെ പെർമനൻറ്റ് ജോബ് കൊടുക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ ഇറിയോളയുടെ ടാക്ടിക്സ് ഉള്ള കാര്യം പറയാൻ ഞാൻ ഫാനായിപ്പോയി. സത്യം പറയാം, ഞാൻ ഫാനായിപ്പോയി. കാരണം ഇറിയോളയുടെ ടീമിൻ്റെ മാൻ പ്രസ്സിങ്ങും അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ടാക്ടിക്കൽ നോളേജും അടിപൊളിയായിരുന്ന ഗെയിമിൽ ഒന്നും പറയാനില്ല. എസ്പെഷ്യലി മിഡ്ഫീൽഡിലൊക്കെ അവർ പന്ത് കീപ്പ് ചെയ്ത രീതി, വൺ ടച്ച് ഫുട്ബോൾ കളിക്കുന്ന രീതി, ക്ലോസ് സ്പേസസിൽ അവർ പന്ത് എടുത്തുകൊണ്ട് പോകുന്ന രീതി, ഞാൻ ഫാനായിപ്പോയി. ആൻഡ് ഐ ഫീൽ, ഇൻ മൈ ഒപ്പീനിയൻ, ഇതിന് എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ കോമൻറ്റ്സ് താഴെ കോമൻറ്റ് ചെയ്യാം. ഐ ഫീൽ ഇറിയോള ഷുഡ് ബി എ കാൻഡിഡേറ്റ് ഇഫ് കാരിക് ഈസ് നോട്ട് ഗെറ്റിംഗ് പെർമനൻറ്റ് ജോബ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. അതിന് കൂടെ ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന് കൂടെ തന്നെ നിങ്ങൾ കോമൻറ്റ് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കോമൻറ്റ്സ് എനിക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലോട്ട് വരാം. ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം, ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ഒക്കെ മാറ്റി വയ്ക്കി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വി ഡിസേർവ് ടു വിൻ ദിസ് മാച്ച്. കാരണം നമ്മുടെ അറ്റാക്കിംഗ് ഫുട്ബോൾ അടിപൊളിയായിരുന്നു. കളി കണ്ട ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, കളി കാണാത്ത ആൾക്കാർക്ക് ചിലവ് വിചാരിക്കുന്നത് 2-2 ഡ്രോ അല്ലേ നമ്മൾ എങ്ങനെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചു എന്നുള്ളത്. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ബോൺമൗത്താണല്ലോ മുന്നിൽ. ഈ സ്റ്റാറ്റ്സ് ബോൺമൗത്ത് മുന്നിലാവാൻ കാരണം മെഗ്വറുടെ റെക്കോർഡിന് ശേഷമാണ്. അതുവരെ നമ്മളായിരുന്നു കൺട്രോൾ ചെയ്തത് അറ്റാക്കിങ്ങിൽ. ഇഷ്ടംമാതിരി ഗോൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ തന്നെ അമാദിനൊക്കെ 2 മിസ്റ്റേക്ക് ഉണ്ട്, എടുത്ത് പറയേണ്ട സംഭവമാണ്. പക്ഷേ എനിവേസ് ഐ എം നോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. അമാദൊക്കെ അതൊന്ന് പഠിച്ച് മുന്നോട്ട് വരുന്നതെന്ന് വിചാരിക്കുന്നു. കാരണം അമാദൊക്കെ ഇനിയും കുറച്ചും കൂടി ബെറ്ററായിട്ട് കളിക്കേണ്ട ഒരാളാണ്. ആൻഡ് ഐ റേറ്റ് അമാദ് റിയലി ഹൈ. പിന്നെ അലക്സ് സ്കോട്ട് ഷുഡ് ബി എ കാൻഡിഡേറ്റ് ഫോർ മിഡ്ഫീൽഡർ ഓപ്ഷൻ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം കിഡിലനുമായിട്ടാണ് നാം കളിച്ചത്. അതിലൊരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് ബാർ മടിച്ച് പോയി. അത് ഗോളായിരുന്നു, കിഡിലൻ ഗോളായിരുന്നു അലക്സ് സ്കോട്ടിൻ്റെ. അതിൻ്റെ കൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ഡിഫൻസിൽ വരുന്ന മിസ്റ്റേക്സ്, അതായത് നമ്മൾ അവരുടെ അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് ടീംസിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. എത്ര പ്രാവശ്യമാണ് ബോൺമൗത്തിൻ്റെ പ്ലെയേഴ്സൊക്കെ ബോക്സിൻ്റെ പുറത്ത് നിന്ന് ഈസി ആയിട്ട് ഷോട്ട് എടുത്തത്. അത് ലാമൻസിലോട്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ പല മൊമെൻറ്റ്സിൽ അത് കയറിയാണ്. ഓനാനൊക്കെ ആണെങ്കിൽ എന്തായാലും മിനിമം ഒരു 4-5 അവർ അടിച്ചേനെ. അപ്പോൾ ടാക്ടിക്കലി നമ്മുടെ ഇഷ്യൂസ് ഉണ്ട്, ഇൻറ്റൻസിറ്റി വൈസ് ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ പ്ലെയേഴ്സ്, നമ്മുടെ ഡിഫൻഡേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്യുന്നതിലും ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മിഡ്ഫീൽഡ് ഈസ് മസ്റ്റ്. മിനിമം ഒരു 3 മിഡ്ഫീൽഡ് സൈനിങ്സ് നമുക്ക് മസ്റ്റാണ്. അത് വീണ്ടും നമ്മൾ കാണുകയാണ്. ഈ കളിയിൽ നമ്മൾ വീണ്ടും വന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡേഴ്സ് വന്നാൽ മാത്രമാണ് നമ്മുടെ ടീം ഫിക്സ് ആവണമെന്നുള്ളത് നമുക്ക് ഏകദേശം ഇപ്പോൾ 100% ഉറപ്പായി. 99% ഉറപ്പായിരുന്നു, ഇപ്പോൾ 100% ഉറപ്പായി.
അപ്പോൾ അതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ. നമ്മൾ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ്, സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ്, ബടുവട പെർഫോമൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പോകുന്നൊരു ചോദ്യം, ആരായിരുന്നു നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച്? ഈ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആരാണ്? ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡ് കുനിയാണോ, ബ്രൂണോ ആണോ, ലാമൻസ് ആണോ, യോറോ ആണോ, ആരാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ പൊതുവെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷേ സോറി ഇങ്ങനെ സംസാരിച്ച് പോയതാണ്. കാരണം ഐ എം റിയലി ഫ്രസ്ട്രേറ്റഡ്, അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നമുക്ക് 23 ദിവസം ഇനി കളികളില്ല, പക്ഷേ വീഡിയോസ് ഇവിടെ വരുന്നതായിരിക്കും, ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും കാത്തിരിക്കുക. അതുവരേക്കും സീ യു.